താങ്ക്സ് കേട്ടോ. എനിക്ക് പോകുന്ന വഴിക്ക് വല്ലയിടത്തും പോയി മുഞ്ചി കുത്തി വീണാനെ. പോകുന്ന വഴിക്ക് എന്നെ കൂടെ ഉണ്ടാവും. കേറിക്കേ. കണക്ക് പറഞ്ഞല്ല കേട്ടോ. ചേട്ടാ താങ്ക് യു. ചങ്കേ നോക്കണേ, ഞാൻ പുതിയ ഫോൺ എടുത്തോ, ഐഫോണ്. 2 ദിവസത്തേക്ക് തരൂ. 2 ദിവസത്തേക്ക്. ഞാൻ ഉപയോഗിച്ച് കൊതിയിടുന്നില്ല. അപ്പഴും നിനക്കിടമ്പോ ഞാൻ തരത്തില്ല. പോടായിരുന്നു. എടാ കണക്ക് പറയാന്ന് വിചാരിക്കരുത്. നിനക്ക് വേണ്ടി LKG വെച്ച് എന്റെ രേഷ്മയെ ഞാൻ നിനക്ക് വേണ്ടി വിട്ടു തന്നതാ. അയ്യടാ പോടാ ഇവിടുന്ന്. അത് നമുക്ക് ചന്തയിൽ കരപ്പനുണ്ടെന്നപ്പോ നീ സ്വയമേ വിട്ടേച്ച് പോയതാണ്. അതെന്റെ മണ്ടയിലോട്ടിട്ടുണ്ട കേട്ടോ. അങ്ങനാണെങ്കിൽ 98 എന്റെ വീട്ടിൽ ആകെ ഉണ്ടായിരുന്ന ചാമ്പയ്ക്കകത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു ചാമ്പയ്ക്ക അത് ഞാൻ നിനക്ക് പറിച്ചു തന്നെ ഓർമ്മയില്ലോടാ. അയ്യടാ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും കൊണ്ട് തന്നല്ലോ. നീ പൊളിച്ചു നോക്കിയപ്പോ ഉള്ളി പുഴു ഇരിക്കുന്ന കണ്ട്. അതുകൊണ്ട് എന്റെ തലയിലോട്ടങ്ങ് അടിച്ച്. പണ്ട് SSLC പരീക്ഷയ്ക്ക് എനിക്കറിയാവുന്ന എല്ലാം ഞാൻ നിനക്ക് കാണിച്ചു തന്നില്ലോടാ. ഞാൻ ശരിയായി എഴുതിയ ഉത്തരം വെട്ടിയിട്ട് നീ തന്ന പൊട്ടത്തിനാണ് എഴുതി വെച്ച്. അതുകൊണ്ട് ഞാനും തോറ്റ് നീയും തോറ്റ്. ഇമാതിരി മൂച്ചിത്തരം നീ എന്നോട് കാണിച്ചത്. ലാസ്റ്റ് ആയിട്ട് വെക്കോ. ഇങ്ങോട്ട് വന്നപ്പോളേ നീ മേടിച്ച ഐഫോൺ അടിപൊളിയാന്ന് പറഞ്ഞില്ലയോ? അതിന്റെ കണക്കെങ്കിലും വെച്ചിട്ട് അത് ഇങ്ങോട്ട് താടാ. പോടാറി. അയ്യോ എന്തൊരു ചൂട്. ആരെങ്കിലും ആ ഫാനൊന്ന് ഇട്. ഞാനിടാ. വേണ്ട, വേണം. ദേവിയേ വേണ്ട, പോവണ്ട. അയ്യോ ഇട്ട്. കണക്ക് പറയാന്ന് വിചാരിക്കരുത്. ട്രിപ്പ് പോവാൻ പൈസ വേണമായിരിക്കും. ഷൂ മേടിക്കാൻ പൈസ വേണം. പിന്നെന്താ, എന്നാ സിനിമയ്ക്ക് പോവാൻ പൈസ വേണമായിരിക്കും. പിന്നെന്താടാ വേണ്ടേ? അച്ഛന്റെ കാറിന്റെ താക്കോൽ ഇങ്ങോട്ടും തരണം. ഓ അതായിരുന്നു, ഞാൻ പേടിച്ചു പോയി. എന്നാ ഓ ശരി, എന്നാ ഞാൻ ലേറ്റായിട്ടായിരിക്കും കേട്ടോ വരുന്നത്. വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യാൻ നിക്കണ്ട. എവിടെയെങ്കിലും പോയി തോല. നമസ്കാരം. എന്നാലും എന്താ അവന് വണ്ടിയുടെ താക്കോല് മാത്രം മതിയെന്ന് പറഞ്ഞത്? സാധാരണ എല്ലാത്തിനും കണക്ക് പറയുന്നതാണല്ലോ. ഒരു എത്തമിടി ആ തെണ്ടിക്ക് അറിയാം വണ്ടിക്കകത്തിൽ ആ കുപ്പി ഇരിക്കുന്നുള്ള കാര്യം. അതുകൊണ്ട് ആ തെണ്ടി വണ്ടി എടുത്തോണ്ട് പോയത്. എടാ ഓമനക്കൂട്ടാ. കണക്ക് പറയാന്ന് വിചാരിക്കരുത്. കഴിഞ്ഞ മാസം അമ്മ കാണാൻ റൂമിൽ നിന്ന് വെള്ളം അടിച്ചപ്പം കാവലിൽ നിന്ന് ഞാനാ. എടാ മോനെ, നിനക്ക് ഞാൻ അതിന് അരപ്പൊക്കെ തന്നല്ലോടാ. അത് ശരിയാ. അത് കഴിഞ്ഞിട്ട് വാള് വെച്ച് അവിടെ കിടന്നായിരുന്നു. ആ വാള് മൊത്തം വാരി ഞാനാ. അതിന്റെ കടം വീട്ടിയില്ലായിരുന്നു. അതുകൊണ്ടാട്ടോ. ശരി എന്നാ വെക്കുവാണേ. പോയി. എന്താടി കാണാൻ അത്യാവശ്യമായിട്ട്? എടാ വീട്ടിൽ ഭയങ്കര സമ്മർദ്ദവും. എന്റെ കല്യാണം ആലോചിച്ച് വെച്ചേക്കോ. നിനക്ക് ഇന്നാവും നാളെയാവും എന്ന് പറഞ്ഞ് ജോലി ഇങ്ങനെ നീണ്ടു പോവല്ലേ. എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലടാ. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ വന്ന കല്യാണം സമ്മതിക്കാതെ നിവർത്തിയില്ലടാ. ഈ കാലിനെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പോവാൻ തോന്നുന്നു. കുഴപ്പമില്ല, എനിക്ക് സമ്മതം. നീ വേറെ കെട്ടിക്കോ. രക്ഷപ്പെട്ടു. പക്ഷെ ഒരു കാര്യമുണ്ട്, കണക്ക് ചോദിക്കുമെന്ന് വിചാരിക്കരുത്. ഈശ്വര, ഇതേതോ വയ്യാവേലിയാണ് തോന്നല്ലോ. നീ ചോദിച്ചോടാ. കാരണം ഞാൻ ഇനി മുതൽ നിന്റെ ഒരു ഫ്രണ്ടുമായിരിക്കും, നല്ലൊരു വഴികാട്ടിയുമായിരിക്കും. അങ്ങനാണെങ്കിൽ ഞാൻ നിനക്ക് മേടിച്ചത് ക്ലിപ്പ്, നെയിൽ പോളിഷ്, മറ്റു സാധനങ്ങൾ, പിന്നെ 939 ഉമ്മ നീ തിരിച്ചു തന്നേക്ക്. അല്ല ഒരു കാര്യം, ഉമ്മ ഇപ്പൊ തന്നില്ല കുഴപ്പമില്ല. കല്യാണം കഴിഞ്ഞിട്ട് പതിയെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തന്നാലും മതി. ഈശ്വര, അവിഹിതത്തിലേക്കാണല്ലോ ഇവൻ എന്നെ സ്വാഗതം ചെയ്യുന്നത്. അതെ, കല്യാണം കഴിഞ്ഞതിന് ശേഷം നല്ല പതിവ്രതയായ ഒരു കുടുംബിനി ആവാനാണ് എന്റെ ആഗ്രഹം. 10 കഴിഞ്ഞ് 11ാമത്തെ ലൈനല്ലോ ഞാൻ. നീ പതിവ്രത. എനിക്ക് എന്റെ ഉമ്മ കിട്ടിയേ പറ്റത്തുള്ളൂ കല്യാണം കഴിഞ്ഞ്. എടാ, അത് ഉമ്മ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ കല്യാണം കഴിഞ്ഞ് വേറൊന്നിനും നീ എന്നെ നിർബന്ധിക്കരുത്. അങ്ങനെയാണെങ്കിൽ നീ കല്യാണം കഴിച്ചു. പിടി.
പിന്നെ കണക്ക് പറഞ്ഞല്ല കേട്ടോ. അമ്മേ ഫുഡായോ? ഞാൻ കണ്ടായിരുന്നു, അയിലയുടെ മണമായിരുന്നില്ലയോ. പിന്നെ ഒരു കാര്യമുണ്ട്, കണക്ക് പറയാൻ തുടങ്ങി ചെറുക്കൻ. അതെ കഴിഞ്ഞോട്ടം മീൻ മേടിച്ചപ്പോഴേ നടുക്കണ്ടൻ ചേട്ടനായിരുന്നു കൊടുത്തത്. അതുകൊണ്ട് ഈ വട്ടം നടുക്കണ്ട എനിക്കും വേണം, കൂട്ടത്തിൽ തലയും വേണം. കാരണം ഞാൻ ഇന്നലെ വൈകിട്ട് ചോറൊന്നും ഉണ്ടില്ലായിരുന്നു. മാത്രല്ല കഴിഞ്ഞ വട്ടം അമ്മ അയിലക്കൊടുത്ത് പോയപ്പോ നമ്മുടെ വീട്ടിലെ കോഴി അപ്പുറത്തെ വീട്ടിൽ കയറാൻ 2 മണിക്കൂർ നോക്കി ഞാനാ. അപ്പൊ ആ വകയില് ഒരു 2 മുട്ട പൊഴിച്ചത് എനിക്ക് വേണം. പിന്നെ ആണെങ്കിൽ ചീരത്തോരൻ. ചീര നീയാണോ നട്ടെ? അല്ല, അതിനു മുമ്പ് കേട്ട പയറ് ഞാൻ മൂത്രം ഒഴിച്ച് ഉണങ്ങിപ്പോയത്, അതുകൊണ്ടാ ചീര നട്ടത്. അതുകൊണ്ട് കണക്ക് പറയാന്ന് വിചാരിക്കരുത്, ചീരത്തോരന് എനിക്ക് വേണം. മക്കൾക്ക് ഇതെല്ലാം തരാം. മക്കൾ ഒരു ഉപകാരം ചെയ്യണം. ആ കുടുംബശ്രീയിലെ പൈസ ഇല്ലയോ, അത് ബാങ്ക് കൊണ്ട് നടക്കണം. വെറുതെ ഇരിക്കാണ്ട് പറയല്ല, ഒട്ടും സമയമില്ല. അതുകൊണ്ട് പോകാനും വയ്യ. എന്തോ 8 മണിക്കുള്ള കാര്യം ആലോചിക്കുവാണല്ലോ.